ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം അഴിഞ്ഞാടിയ കലാപകാരികൾ ചെയ്തു കൂട്ടിയ ഒരു പ്രധാന പാതകമായിരുന്നു അവിടുത്തെ ജയിലുകളിൽ ഉണ്ടായിരുന്ന കൊടും ഭീകരരടക്കമുള്ള 1200ഓളം ഭീകരരെ തുറന്നുവിട്ടത്. അതിൽ തന്നെ ഇന്ത്യ നോട്ടമിടുന്ന അനവധി ഭീകരരും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനി ജാഷുമുദ്ദീൻ റഹ്മാനിയ എന്ന് പറയുന്ന അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ഒരു ബംഗ്ലാദേശി ഭീകര സംഘടനയുണ്ട്. അസ്റുള്ള ബംഗ്ലാ ടീം പലവട്ടം ആസാമിലൊക്കെ കടന്നു കയറിക്കൊണ്ട് ഭീകരപ്രവർത്തനം നടത്താനായിട്ടൊരു ശ്രമമൊക്കെ നടത്തിയ ഒരു സംഘടനയാണ്. ഇന്ത്യ നോട്ടമിട്ടിട്ടുള്ള സംഘടനയാണ്. ഇന്ത്യയിൽ നിരോധനമുള്ള സംഘടനയാണ് അൽ-ഖ്വയ്ദ. അവരുടെ തന്നെ ഒരു ബ്രാഞ്ചാണ് ഈ ജാഷിമുദ്ദീൻ റഹ്മാനിയ തലവനായിട്ടുള്ള ഈ അൻസറുള്ള ബംഗ്ലാ ടീം അഥവാ ABT എന്ന് പറയുന്ന ഈ ഭീകര സംഘടന. ഈ ഭീകര സംഘടനയുടെ നേതാവ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരു വീഡിയോ സന്ദേശം പറഞ്ഞിരുന്നത് ഇന്ത്യയെ തകർക്കും, ന്യൂഡൽഹി പിടിച്ചെടുക്കുമെന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ നേതാക്കളെക്കുറിച്ചൊന്നും വലിയ വിവരമില്ല. ഈ ഭീകര സംഘ തലവന്മാരെക്കുറിച്ചൊന്നും വിവരമില്ല. അവർ ഒളിവിലായിരിക്കാമെന്ന് ചില ബംഗാളി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടയിൽ 2022 ത്രിപുരയിലേക്ക് കടക്കാൻ ശ്രമിച്ച ABTയുടെ 50 മുതൽ 100 വരെയുള്ള ഭീകരരെ കേന്ദ്ര ഇൻ്റലിജൻസ് നേരത്തെ മുതൽ നിരീക്ഷിച്ച് വരികയായിരുന്നു. ഇവരടക്കമുള്ള നേതാക്കളാണ് ഇപ്പോൾ ബങ്കറിൽ പോയിരിക്കുന്നത് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അതായത് അജ്ഞാതൻ ഒരുപക്ഷെ ബംഗ്ലാദേശിൽ എത്തിയിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥയനുസരിച്ച് നാഥനില്ല കളരി പോലെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു. ഇതിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ സെക്യൂരിറ്റിയുള്ള പാകിസ്ഥാനിൽ പോലും അജ്ഞാതൻ കയറി വിളയാട്ടം നടത്തുമ്പോൾ ബംഗ്ലാദേശിൽ അത് നിഷ്പ്രയാസം സാധിക്കുമെന്നുള്ള ഭയമാകണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഭീകര നേതാക്കളെയൊക്കെ ഒളിവിലേക്ക് പോകാനായി പ്രേരിപ്പിക്കുന്നത്. രാജാവായി ജയിലിൽ നിറങ്ങുകയും വീരവാദം മുഴക്കുകയും ചെയ്ത നേതാക്കളൊക്കെ ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് തേടി മുൻപോട്ട് പോവുകയാണ്. ഇല്ലെങ്കിൽ ബങ്കറുകളിലുള്ളിലാണ് ശേഷിക്കുന്ന കാലം ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ഒരു കലാപകലുഷിതമായ അന്തരീക്ഷത്തിലാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് മ്യാൻമാറിൽ നിന്നുള്ള അരക്കൻ ആർമിയുടെ ആക്രമണം ഇപ്പോഴും തുടരുന്നു. മറുഭാഗത്ത് പട്ടിണിയുടെ നടുവട്ടത്തിൽ നിൽക്കുന്ന ഒരു ഭരണകൂടവും ജനവും. അതിനിടയിലാണ് അജ്ഞാതനെത്തിയെന്നുള്ള ഈ ഇത്തരത്തിലുള്ള സൂചനകളും വാർത്തകളും. ന്യൂസ് ഇന്ത്യ മലയാളം.